നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിനെ പറ്റി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, അത് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കുറിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അതിൽ ലാലേട്ടൻ്റെ പ്രൊമോ അവർ മോർണിംഗ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ്. ബിഗ് ബോസ് സീസൺ 6 വരെയുള്ള പ്രൊമോയും എപ്പിസോഡും രണ്ടായിട്ടാണ് ഇത്ര നാളും കാണിക്കാറുള്ളത്. ഇപ്പോൾ ഡയറക്ടർ മാറിയ കാരണം ഞാൻ കരുതി പ്രൊമോയിലുള്ള സാധനം സംഭവിക്കുമെന്ന് കരുതി. ഇവർ ഇടിവെട്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ലാലേട്ടൻ വരുന്നു, കൂടെ ആ റോബോട്ട് പട്ടിക്കുട്ടിയും ഫ്രണ്ടിൽ നടക്കുന്നു, അങ്ങനെ മാസൊക്കെ ആയിട്ട് ഇവർ കൊടുത്തു. ഹിന്ദിയിൽ സൽമാൻ ഖാൻ ചെയ്ത പോലെ ലാലേട്ടൻ കിച്ചണിൽ പോയി പാത്രം എടുത്തു വയ്ക്കുന്നു. അവിടെ സൽമാൻ ഖാൻ പാത്രം കഴുകി, ഇവിടെ പക്ഷേ പാത്രം കഴുകിയില്ല, പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്നു. റൂമിലൊക്കെ പോയിട്ട് വൃത്തിയില്ല എന്നും ആര്യനെ വിളിച്ച് ക്യാപ്റ്റൻ എന്താണ് വൃത്തിയില്ലാത്ത അങ്ങ് സംസാരിക്കുന്നു. പ്രൊമോ കഴിഞ്ഞു. പക്ഷേ എപ്പിസോഡിൽ രണ്ടായിരുന്നു. പ്രൊമോയിൽ കാണുന്നത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ ആര്യൻ ചെറുപ്പറിഞ്ഞതിനെക്കുറിച്ചോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നോ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നോ ഒന്നും കണ്ടില്ല. എന്നാൽ അക്ബർ ചെയ്ത പ്രവൃത്തികൾക്കും കുഷ്യൻ വലിച്ചെറിഞ്ഞതിനും അക്ബറിന് കിട്ടുകയും അക്ബറിനെ ലാലേട്ടൻ ശകാരിക്കുകയും ഉമ്മയുമായിട്ട് ശകാരിച്ച് അദ്ദേഹത്തെ തളർത്തി ഒരു രീതിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റനായിരുന്ന ശ്രീ ആര്യൻ. ആര്യനെതിരെ എന്തുകൊണ്ടൊരു ആക്ഷൻ എടുക്കില്ല എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ആര്യൻ ഇത്രയും വലിയൊരു നടൻ, അല്ലെങ്കിൽ ഇത്രയും ഏജ്, ഒരു സീനിയോറിറ്റി ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇത്രയും ഏജുള്ള ഒരു നടൻ, അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു നടൻ, ഇത്രയും സൂപ്പർ സ്റ്റാറായ ഒരു വ്യക്തിയുടെ മുമ്പിലിരിക്കുമ്പോൾ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടാണോ നമ്മളിരിക്കുക? ഒരു അഹങ്കാരം ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ സീസണിൽ മിക്ക കണ്ടസ്റ്റന്റിനും ബഹുമാനക്കുറവുള്ളതായിട്ടും അതുപോലെ ബിഗ് ബോസിനെ അനുസരിക്കാത്തതായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, തൃശ്ശൂർക്കാരനായ അനീഷിനെയായാലും ലാസ്റ്റ് 5 എന്തായാലും അദ്ദേഹം ഉണ്ടാകും. എടുക്കില്ലേ എന്നുള്ളത് സെക്കൻഡായിട്ടുള്ള കാര്യം. പക്ഷേ അദ്ദേഹം ടോപ്പ് 5 എന്തായാലും ഉണ്ടാകുന്ന ഒരു നല്ല ഒരു മത്സരാർത്ഥിയാണ്. കാരണം ഇന്നലെ ലാലേട്ടൻ വരെ അത് പറഞ്ഞു, സംസാരിക്കരുത്, ഈ നിമിഷം മുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് അത്രയും കറക്റ്റായിട്ട് ചെയ്ത വ്യക്തി. ബിഗ് ബോസിൽ എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോഴും ആ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിച്ച അനീഷ് എങ്ങനെയായാലും ടോപ്പ് 5 എത്തും.